കോട്ടയം ജില്ലയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 6ാം റാങ്ക് ഹോൾഡറായിട്ട് ഇപ്പോൾ നിലവിൽ അഡ്വൈസ് മെമ്മോ കാത്തിരിക്കുന്ന അല്ലേ സൈറ്റിൽ വന്നിട്ടുണ്ട്. അഡ്വൈസ് മെമ്മോ കാത്തിരിക്കുന്ന സാഗർ റേസ്ലസിൻ്റെ അഭിമാനമായിട്ടുള്ള കഴിഞ്ഞ JHI ബാച്ചിൽ നമ്മുടെ തുടക്കത്തിലേ ഉണ്ടായിരുന്നില്ല അർജുന്, അവസാനം ക്രാഷിൻ്റെ സമയത്താണ് ക്രാഷിനാണ് വന്നത്. ക്രാഷ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മാസം അല്ലേ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് 1 മാസം, മൊത്തത്തിൽ 4 മാസമാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടിയതും ഒക്കെ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ MCSൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നൊരു ഇതിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു. പഠിക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ 3 മാസമായിരുന്നു ശ്രമം. വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലൊരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു അർജുൻ്റെ പ്രധാനപ്പെട്ട പഠന രീതികൾ, അതുപോലെ ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വിജയികളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആൾക്കാർ കാതോർത്തിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയ ഒരു അവസാനത്തെ 3 മാസം കൊണ്ടാണ്. അതിൻ്റെ കൂടെ സാറിൻ്റെ ഇത് കോച്ചിങ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കൂടെ ക്ലാസ്സിന് ശേഷം വരുന്ന ടെസ്റ്റുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഈ ചെറിയ ടോപ്പിക്കുകളുണ്ടല്ലോ അത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നു. LSCDയും പിന്നെ സൈക്കോളജി പോലത്തെ ചെറിയ ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പാർക്ക് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പാർക്കിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാത്ത കുറച്ചധികം ഏരിയാസ് നമുക്കല്ലേ, പ്രത്യേകിച്ച് എസ്പെഷ്യലി സോഷ്യോളജിയൊക്കെ വളരെ ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, പാർക്ക് സോഷ്യോളജി ആണെങ്കിൽ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ മേഖലകളിൽ കൂടെ നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുത്ത് 6 മാർക്കിന് ഇതല്ലേ, 6 മാർക്കാണ് നമുക്കിപ്പോൾ നിലയൊക്കെ കഴിഞ്ഞ DHS സിലബസിൽ വേരിയേഷൻ ഉള്ളത്. പലരും അത് ഒരു കുറേച്ചൊക്കെ ടച്ച് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷേ നമ്മൾ ആ ഭാഗത്തൊക്കെ കൃത്യമായിട്ടുള്ളൊരു എഫോർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് അർജുൻ. അപ്പോൾ ഇനി വരാൻ പോകുന്ന MCS എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ എന്താ പറയുക വളരെ അടിസ്ഥാനപരമായിട്ട്, അതുപോലെ പാർക്ക് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇതര ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാമോ അത്രയും ഡീപ്പായിട്ട് കവർ ചെയ്ത്, അതുപോലെ പ്രാക്ടീസ് ടെസ്റ്റുകൾ. അപ്പോൾ അർജുന ഈ പറഞ്ഞ പോലെ നമ്മുടെ വീക്കിലി എക്സാമിനേഷനും ഡെയിലി എക്സാമിനേഷനും എത്രത്തോളം അറ്റൻഡ് ചെയ്യാറ്? ഒന്നും മിസ്സാക്കാറില്ല ഉറപ്പായിട്ടും. അപ്പോൾ എക്സാമിനേഷൻ എഴുതിയുള്ള പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലുതാണ്. പഠിച്ചത് ഇപ്പോൾ വീക്ക്ലി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും നാൾ കണ്ട ക്ലാസ്സുകൾ നമുക്ക് ഓർമ്മ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. റിവിഷൻ പക്കയായിട്ട്. അതെ, നമ്മൾ ഒരിക്കൽ കഴിഞ്ഞു പോയ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയ പരീക്ഷകൾ നമ്മൾ ഒന്നും കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്കും മാക്സിമം പോയിന്റ്സ് എല്ലാം നമ്മൾ ടച്ച് ചെയ്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ റിവിഷൻ പ്ലാൻ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ വരാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തും പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്താ പറയുക തരുന്ന സ്ട്രാറ്റജി കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ നമ്മൾ വെറുതെ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വർക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അർജുനെ പോലെ തന്നെ MCSും അതുപോലെ ഇനി വരുന്ന DHS എക്സാമിനേഷനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അവസരം ഉണ്ടാകട്ടെ. വിജയികളുടെ രീതികൾ നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു അർജുൻ.